ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ നമ്മളിന്ന് ഏറ്റവും കുറഞ്ഞ ചേരുവയെ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കടായി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് പോലും വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഐറ്റം കൂടിയാണ്. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടാലോ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചൂടായ പാനിലേക്കോ ചട്ടിയിലേക്കോ നിങ്ങൾക്ക് ഇതേപോലെ കറിവേപ്പില ഇട്ടതിന് ശേഷം ചിക്കൻ എല്ലാം ഒന്ന് നിരത്തി കൊടുക്കാം. അതിനുശേഷം ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും വേണം. നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു ചിക്കൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ആ ഒരു പാത്രത്തിൽ വേണം നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമ്മളിവിടെ ഇതാ ഒരു 2 വലിയുള്ളി ചതുരത്തിൽ കട്ട് ചെയ്തതും, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കനെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഈ ചിക്കനെല്ലാം നമുക്കിതിൽ നിന്ന് എടുത്തു മാറ്റാം. അങ്ങനെ ഇതാ നമ്മൾ ചിക്കനെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ എല്ലാം ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഉള്ളി വാടി കിട്ടുമെന്നൊക്കെ സംശയം ഉണ്ടാകും. അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതേപോലെ നന്നായിട്ട് തന്നെ ഉള്ളി വഴന്ന് കിട്ടും ചെയ്യും. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ നല്ലൊരു കളറിൽ തന്നെയാണ് നമുക്കിത് വാടി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ദാ ഇതേപോലെ നല്ല രീതിയിൽ തന്നെ വഴന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്കൊരു 1/4 ഗ്ലാസ് അളവിൽ ഇളം ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ടൊമാറ്റോ കച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ആ ഒരു ടൊമാറ്റോ കച്ചപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കടായി ചിക്കൻ്റെ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുന്നത്. ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്, പക്ഷേ അതും കൂടെ ചേർക്കുമ്പോഴാണ് അടിപൊളി ടേസ്റ്റായിട്ട് കിട്ടുന്നത്. പിന്നെ നമ്മളിതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് എരിവുമൊക്കെ നോക്കിയിട്ട് ഉപ്പോ എരിവോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എരിവിനാവശ്യമായ കുരുമുളക് പൊടിയും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിതിലേക്ക് ഇതേപോലെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കനും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കണം. അതിനുശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഇതേപോലെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കടായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ്. കൂടുതൽ ചേരുവകളൊന്നും ചേർക്കാതെയാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണേ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ.